ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ഒരു വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ ദൈവിക ദർശനത്താൽ തനിക്ക് ലഭിച്ച കൃപയുടെ ശക്തിയാൽ ആ ദർശനപ്രകാരം ആസ്യയിലുള്ള 7 സഭകൾക്ക് അറിയിക്കുവാൻ എഴുതുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ആസ്യയിലുള്ള 7 സഭകൾക്ക് എഴുതിയതിൽ ഫിലദൽഫിയ സഭയ്ക്ക് എഴുതിയതായ ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ലോകം നമ്മുടെ മുൻപിൽ പല വാതിലുകളും കൊട്ടി അടയ്ക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വാതിലടയ്ക്കുന്നവനല്ല ദൈവം, വാതിൽ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ പലരും പല മേഖലകളിലും വാതിലുകൾ അടയപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ തുറന്നിട്ടുള്ളതായ പല ബിസിനസ്സുകളും, നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറുവാൻ തക്ക ശ്രമിച്ചതായ പല കാര്യങ്ങളും അടയപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കായി വാതില് തുറക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം തുറക്കുന്ന വാതിലുകൾ ധാരാളമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളെ മാനിച്ചു കൊടുക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ പത്രോസിനെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരണം മാനുഷികമായ നിലയിലോ അവർക്കൊരു നിലയിലും പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്ന് സഭയ്ക്ക് മനസ്സിലായി. ആകയാൽ അവർ പ്രാർത്ഥനയാൽ അവർ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവം എനിക്കും നിങ്ങൾക്കുമായി ഒരു വാതിൽ തുറക്കപ്പെടണമെങ്കിൽ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന വചനം ഓർക്കുക. മാനുഷിക ബുദ്ധി കൊണ്ട് നമ്മൾ പലപ്പോഴും ഓടിപ്പോകുന്നത് മനുഷ്യരാൽ നമ്മുടെ വാതിലുകൾ തുറക്കപ്പെടാനാണ്. പക്ഷേ ആ വാതിലുകൾ തുറക്കപ്പെടുവാൻ മനുഷ്യന് കഴിയത്തില്ല. സ്തോത്രം. ദൈവം പറഞ്ഞ വാക്ക്, കഥാവ് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ഞാൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അടഞ്ഞുകിടക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ചില പ്രയാസകരമായ സാഹചര്യങ്ങളെ മാറ്റി നിന്നെ വിശാലതയിലേക്ക് നയിക്കുവാൻ കഴിയുന്ന ഏക സത്യ ദൈവം ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് യേശുക്രിസ്തു വഴി തുറക്കുന്നത്. പൈശാചിക ബന്ധനത്താൽ നിന്റെ ശരീരത്തെ രോഗമിട്ട് ബന്ധിച്ച് നിനക്ക് മുൻപോട്ട് കടക്കുവാൻ, യാത്ര ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ നമ്മൾ വായിക്കുന്നത്, ലാസറിനെ കല്ലറയ്ക്കകത്ത് വെച്ച് ചലനമില്ലാത്തൊരു മനുഷ്യനെ കല്ലറയിൽ വെച്ചിട്ടും ആ കല്ലറയുടെ വാതിക്കൽ കല്ലുരുട്ടി വെച്ച് അതിനെ ബന്ധനം ചെയ്തിട്ടാണ് അധികാരികൾ പോയത്. ഇതാണ് ലോകം ചെയ്യുന്നത്. കാരണം ഒരു നിലയിലും പുറത്തു വരലെന്നുള്ള ആഗ്രഹം. നമ്മൾ ആരും ഒരിക്കലും ഉയരപ്പെടരുതെന്നും നമ്മൾ ആരും ഒരിക്കലും വളരപ്പെടരുതെന്നും നമ്മൾ ആരും ഒരിക്കലും സന്തോഷം അനുഭവിക്കരുതെന്നും ആഗ്രഹിക്കുന്നവനാണ് പിശാച്. എന്നാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ, പിശാചടച്ച വാതിലുകളെ തുറന്ന് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ കഴിയുന്ന ഏക സത്യ ദൈവം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ യേശു അതാ ഇവിടെ ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. അടുത്ത് പറയുന്നു, അത് ആർക്കും അടച്ചുകൂടാ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വാതിൽ എനിക്ക് നിങ്ങൾക്കായി തുറന്നാൽ ആ വാതിലിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. പത്രോസിനെ കാരാഗൃഹത്തിൽ ഇട്ടിരുന്നു. ആ വാതിൽ മനുഷ്യനല്ല തുറന്നത്, ദൈവമാണ് തുറന്നത്. അർത്ഥാൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ആ വാതിലുകൾ തുറന്നു. അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. അതേ, ഇന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം തുറക്കുന്ന വാതിലുകൾ. ചെങ്കടലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനവുമായിട്ട് അതേ മോശ കടന്ന് നിലവിളിക്കുന്നു, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ചെങ്കടലാണ്, പിറകിൽ വലിയൊരു സൈന്യം പിറകെ വരികയാണ്, ഞാൻ എങ്ങനെ ഈ ജനവുമായി രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ച
മോശയുടെ മേൽ ഇറങ്ങി വന്ന ഒരു പ്രത്യാശയുടെ, ഒരു വിശ്വാസത്തിന്റെ ശക്തിയുണ്ട്. അതാണ് ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയിൽ മോശയോട് ദൈവത്തിന്റെ ആലോചന. ദൈവം പറയുകയാണ്, മോശയെ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടുക. ദൈവത്തിന് സ്തോത്രം. ആ വടിക്ക് വലിയ പ്രത്യേകതകളൊന്നുമില്ലെന്ന്. അതൊരു സാധാരണ, മോശ ഒരു ആട്ടിടയനായതുകൊണ്ട്, ആടിനെ മേയിച്ചവനായിരുന്നത് കൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാരണ വടിയാണ്. പക്ഷേ ആ വടിയെ ദൈവത്തിന്റെ ശക്തി ആവരിച്ചപ്പോൾ ഒരു വലിയ വാതിൽ തുറക്കപ്പെടുവാനായി ദൈവം ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. അതേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിസ്സാരമെന്ന് നാം കരുതുന്ന ചില മേഖലയിൽ കൂടെയാണ് ദൈവം നമുക്ക് വേണ്ടി ചില വഴികൾ തുറക്കപ്പെടുന്നത്. ഏതെങ്കിലും വിഷയത്തിന്മേൽ ഈ നാളുകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അടയപ്പെട്ട വഴിയുടെ മുൻപിലാണോ? നിങ്ങൾ ജോലിയില്ലാതെ അനേക നാളുകളായി, അനേക ദിവസങ്ങളായി നിങ്ങൾ ഭാരപ്പെട്ട് വഴിയടയപ്പെട്ടു. അതേ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചു, ഒരിടത്തും നിങ്ങൾക്ക് വഴി തുറന്നില്ലയോ? ഇന്ന് കർത്താവ് പറയുകയാണ്, നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. എന്നിൽ നിങ്ങളിലുമുള്ള ചില രോഗങ്ങളാൽ അനേക ഡോക്ടർമാരെടുത്ത്, പ്രശസ്തനായ ഡോക്ടർമാരെടുത്ത് കടന്നുപോയി അനേക ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടും ഇന്നും നമ്മുടെ ആ പ്രശ്നമാകുന്ന, രോഗമാകുന്ന അടയപ്പെട്ട വാതില് തുറക്കപ്പെടാതിരിക്കുന്നെങ്കിൽ യേശു പറയുന്നു, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കർത്താവിൻ്റെ കരം നീട്ടുമ്പോൾ തന്നെ അതേ ആ രോഗസൗഖ്യം നമുക്ക് വേണ്ടി, അതേ രോഗം വഴിമാറുകയാണ്. ആകയാൽ ഈ വചനത്തിന് മുൻപ് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാനിതാ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. ഞാൻ ഇന്ന് അടയപ്പെട്ട ബലമായ മേഖലകളുണ്ട്. പിശാചനെ അടച്ചൊതുക്കി വെച്ചിരിക്കുകയാണ്. ദുഷ്ടന്റെ പിടിയിൽ ദുഷ്ടനായവൻ എന്നെ ഒതുക്കി വെച്ചിരിക്കുക. എനിക്ക് ഉയർന്നു വരുവാൻ കഴിയുന്നില്ല. ദൈവവചനം ഇങ്ങനെ പറയുന്നു, മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ പലപ്പോഴും ഞെരുങ്ങി താഴുന്ന ചില അനുഭവങ്ങൾ നമ്മളായിരിക്കുന്നുവെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, അവൻ മുള്ളുകളെ നീക്കി നമ്മെ വളരുമാറാക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് വിട്ടുകൊടുക്കാമോ? ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കുറവുകളെ ഒന്ന് ഏറ്റുപറയാമോ? യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? ആ യേശു നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാൻ ഇതാ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. അതേ ഫിലദൽഫിയ സഭയോട് പറയുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കല്പമേ ശക്തിയുള്ള എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ദൈവത്തിന് സ്തോത്രം. അത് അവിടെ പറയുന്നത്, മാനുഷികമായ നിലയിൽ നമുക്ക് ശക്തി കുറവാണെങ്കിലും ദൈവത്തിൻ്റെ വചനമുള്ളിൽ ഉണ്ടെങ്കിൽ, അർത്ഥാത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ദൈവത്തിന് സ്തോത്രം. മാനുഷികമായ നിലയിൽ, ശാരീരികമായി നമ്മൾ ബലഹീനരായിരിക്കുക. ഇപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർ രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുകയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ നിരാലംബരായി വീട്ടിൽ കിടക്കുകയായിരിക്കുക. അവിടുന്ന് നിങ്ങൾക്ക് ശരീരം കൊണ്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് യേശുവെ എന്ന് വിളിക്കാൻ പോലും നിങ്ങൾ ശബ്ദം ഉയർത്താൻ കഴിയാത്ത സാഹചര്യമായിരിക്കുക. പക്ഷേ യേശു പറയുന്നു, എൻ്റെ വചനം നിങ്ങളെ വിടുവിക്കുന്ന വചനം അത്രേ. ഞാൻ രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്, ഞാൻ വഴി തുറക്കുന്ന ദൈവമാണ്. ആ കർത്താവിൽ നിന്ന് വിട്ടുകൊടുത്താട്ട് യേശു നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. കർത്താവ് നിങ്ങളുടെ തടസ്സങ്ങളെ മാറ്റട്ടെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ മാറ്റട്ടെ, നിങ്ങളുടെ കഷ്ടതകളെ മാറ്റട്ടെ, നിങ്ങളുടെ ഇല്ലായ്മകളെ മാറ്റട്ടെ. നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട പുതുവഴികൾ യേശു തുറക്കുകയാണ്. പത്രോസിന് വേണ്ടി വഴി തുറന്ന ദൈവം ഇസ്രായേൽ മക്കളുടെ മരുഭൂമിയുടെ യാത്രയിൽ ചെങ്കടലിന് മുമ്പിൽ വന്ന് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് വേണ്ടി ഉണങ്ങിയ നിരത്തൂടെ അർത്ഥാൽ ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ച് ഇസ്രായേൽ ജനത്തെ അപ്പുറത്ത് കടത്തിയവനായ ദൈവം ഇന്ന് നിങ്ങളോടും പറയുന്നു, അവൻ നിങ്ങൾക്ക് മതിയായ ദൈവം അത്രേ. ആ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ? നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഈ വചനം ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിച്ചാട്ട്. ഇവർ ചില മേഖലകളിൽ അടയപ്പെട്ടിരിക്കുകയാണ് കർത്താവേ. ശത്രുക്കളുടെ വഴി അടച്ചു വെച്ചിരിക്കുന്നപ്പാ. ജോലിയില്ലാതെ, രോഗബാധിതരായി, കടഭാരം കയറി, മാനസികമായ പാപത്തിൽ നിന്നും പാപത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് കർത്താവേ. എന്നാൽ അപ്പാ, ഇവർക്ക് വേണ്ടി നന്മയുടെ വഴി ദൈവം തുറക്കണമേ, സമാധാനത്തിന്റെ വഴി തുറക്കണമേ, അതാവേ രോഗസൗഖ്യത്തിന്റെ വഴി തുറക്കണമേ, കടങ്ങൾ വീട്ടത്തക്ക നിലയുള്ള വഴികൾ ദൈവം തുറക്കപ്പെടണം. ഇവരുടെ കുടുംബത്തിനകത്ത് സമാധാനം കൊടുക്കണം. ഇവരുടെ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ, ഇവരുടെ വിഷമങ്ങൾ മാറിപ്പോകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ഈ വചനം അയച്ച് അവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ.